ആത്മജ്ഞാനമാരായുന്ന മനുഷ്യന് സനാതനം, അഗതികൾക്ക് ആശ്വാസവും രോഗികൾക്ക് വിടുതലും പാപികൾക്ക് മോചകനുമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമേറിയ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. എന്നെ പോലുള്ള കുട്ടികൾക്ക് ഇവിടെ പ്രസംഗിക്കുവാനോ പാട്ടുപാടുവാനൊക്കെ അവസരം നൽകുന്നത് എൻ്റെ ആത്മീയ നിലനിൽപ്പിന് വളരെ സഹായകരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ വിശ്വാസം, പ്രാർത്ഥന എന്നീ വിഷയങ്ങളാണ്. എന്താണ് വിശ്വാസം? ഒരു വിശ്വാസി എന്ന നിലയിൽ പലപ്പോഴും എന്താണ് വിശ്വാസം എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. വിശ്വാസം എന്നത് ദൈവവചനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഘടകമാണ്. അജ്ഞാതമായ നമ്മുടെ ഭയങ്ങളെ നിയന്ത്രിക്കുവാൻ നാം നിർമ്മിക്കുന്ന ചില തോന്നലുകളോ വികാരങ്ങളോ അല്ല വിശ്വാസം. മറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതിനോടുള്ള അഥവാ വെളിപ്പെടുത്തിയിരിക്കുന്നതിനോടുള്ള പൂർണ്ണമായ പ്രതികരണമാണ് വിശ്വാസം. വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ ഒരു വ്യക്തി പൂർണ്ണതയിലേക്ക് എത്തുന്നത് ആ വ്യക്തി ദൈവമുണ്ടെന്ന് വിശ്വസിക്കുമ്പോഴാണ്. വിശ്വാസത്തിന് നിരവധി പ്രത്യേകതകളുണ്ട്. അതിൽ നിന്ന് 3 പ്രത്യേകതകൾ ഞാൻ ഇവിടെ എടുത്തു പറയുന്നു. ഒന്ന്, വിശ്വാസം നമ്മളെ ദൈവമക്കളാക്കുന്നു എന്നുള്ളതാണ്. കാലത്തിന്റെ കരാളഹസ്തത്തിൽ കാലഹരണപ്പെട്ട് കരകാണാതൊള്ളുന്ന മാനവരാഷ്ട്ര പാപപരിഹാരത്തിനായി കാൽവരിക്കുന്നിൽ കാരണവായുകളാൽ തറയ്ക്കപ്പെട്ട് മരണം വരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിലൂടെ നാം ദൈവത്തിന്റെ മക്കളാകുന്നു. നാം എത്രമാത്രം നമ്മുടെ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നു അത്രമാത്രം നാം ദൈവത്തോട് അടുക്കുകയാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ പ്രത്യേകത, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ്. അതിനാധാരമായി എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം തന്നെ 6-ാം വാക്യം നമുക്ക് വായിക്കാം. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കേണ്ടതല്ല. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. നേർച്ച കാഴ്ചകൾക്ക്, പുണ്യ തീർത്ഥാടന ദാനധർമ്മ സംവിധാനങ്ങൾക്കൊന്നിനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. എന്നാൽ നമ്മുടെ വിശ്വാസം കൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും. മൂന്നാമത്തെ ഞാൻ ഒരു വാക്യം വായിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ എഴുതിയ ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ച നാം ലോകത്തെ ജയിക്കുന്നത് നമ്മുടെ വിശ്വാസം കൊണ്ട് മാത്രമായിരിക്കണം. സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നിരവധി യേശു വിശ്വസിച്ച് സൗഖ്യം പ്രാപിച്ചവരെ നമുക്ക് കാണാൻ കഴിയും. അതിലൊരാളാണ് രക്തസ്രവക്കാരിയായ സ്ത്രീ. ആ സ്ത്രീ 12 വർഷമായി വൈദ്യന്മാരുടെ ഇടയിൽ കയറി ഇറങ്ങിയ രക്തസ്രവം നിന്നില്ല. പൈസ പോയതല്ലാതെ വേറൊന്നും സംഭവിച്ചില്ല. അങ്ങനെയാണ് യേശുവിനെ അറിയുന്നത്. അങ്ങനെ യേശുവിനടുത്ത് തൊങ്ങലിലെങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യമാകും എന്ന് ആ സ്ത്രീ വിശ്വസിച്ചു. അങ്ങനെ ചെന്ന് തൊട്ടു. ആ തിക്കി തിരക്കിനിടയിൽ ചെന്ന് തൊട്ടു. അങ്ങനെ ആ സ്ത്രീ സൗഖ്യമായി. അപ്പൊ യേശുവിന് മനസ്സിലായി എൻ്റെ ദൈവത്തെ ആരോ തൊട്ടിട്ടുണ്ടെന്ന്. അപ്പം യേശു ചോദിച്ചു, എൻ്റെ ദൈവത്തെ തൊട്ടതാർ? അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു, ദൈവമേ, യേശു എന്താ ഇങ്ങനെ പറയുന്നേ? അപ്പോൾ യേശു വീണ്ടും ചോദിച്ചു, എൻ്റെ ദൈവത്തെ തൊട്ടത് ആർ? അങ്ങനെ സ്ത്രീ വന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. 12 വർഷമായി ഞാൻ ഇങ്ങനെയായിരുന്നു. എൻ്റെ യേശുവിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ ഞാൻ സൗഖ്യമാണെന്ന് പറഞ്ഞു. അവസാനം യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എത്രമാത്രം നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നു അത്രമാത്രം നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങളെ രക്ഷിക്കുവാൻ, നിന്നെ മാനിക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ആമേൻ. ഒരു വിശ്വാസിക്ക് വിശ്വാസം പോലെ തന്നെ അത്യാവശ്യമായ ഒരു ഘടകമാണ് പ്രാർത്ഥന എന്നുള്ളത്. പ്രാർത്ഥന, ഭൂമിയിലിരിക്കുന്ന നമ്മൾ സ്വർഗത്തിലുള്ള ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന എന്നുള്ളത്. ഒരു ചെറിയ ഡെഫിനിഷൻ പറഞ്ഞാൽ, സ്വർഗത്തിന്റെ കലവറ തുറക്കുന്നതിനോടുള്ളൊരു താക്കോലാണ് പ്രാർത്ഥന. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് അതിന് ജീവനുണ്ടോ എന്ന് തെളിയിക്കാൻ അത് കരയുന്നത് പോലെ നാം ഒരു വിശ്വാസിയാണെന്ന് തെളിയിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയിലൂടെ മാത്രമാണ്. നമുക്ക് എത്രമാത്രം ജീവന്റെ നിലനിൽപ്പിന് വായു ആവശ്യമാണോ അത്രമാത്രം നമ്മുടെ ആത്മീയ നിലനിൽപ്പിന് പ്രാർത്ഥന അനിവാര്യമാണ്. ആവശ്യത്തിന്റെ നിവർത്തീകരണത്തിനപ്പുറം ദൈവമായുള്ള ഒറ്റ കൂട്ടായ്മയാണ് പ്രാർത്ഥന. നാം ആവശ്യമുള്ളപ്പോൾ മാത്രം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. എപ്പോഴും സന്തോഷമുള്ളപ്പോഴും സങ്കടമുള്ളപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം. രഹസ്യമായും പരസ്യമായും പ്രാർത്ഥിക്കണം. ക്ഷമയില്ലാത്ത അവസ്ഥ, പാപം, തെറ്റായ ലക്ഷ്യം, ആവർത്തനം തുടങ്ങിയവ, അവിശ്വസ്തത തുടങ്ങിയവകളെല്ലാം നമ്മുടെ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതാണ്, പ്രാർത്ഥനയുടെ തടസ്സങ്ങളാണ്.
എവിടെ നിന്നും പ്രാർത്ഥിക്കണം? രഹസ്യമായും പരസ്യമായും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ഭക്തൻ വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ജീവിതം ഒരു ഭവനമാണെങ്കിൽ പ്രാർത്ഥന അതിലെ നിക്ഷേപ മുറിയാണ്. ജീവിതം ഒരു റോസാപ്പൂവാണെങ്കിൽ പ്രാർത്ഥന അതിലെ സൗരഭ്യമാണ്. ജീവിതം ഒരു തേനീച്ചക്കൂടാണെങ്കിൽ പ്രാർത്ഥന അതിലെ മധുവാണ്. ജീവിതം ഒരു പുസ്തകമാണെങ്കിൽ പ്രാർത്ഥന അതിലെ വർണ്ണലിപികളാണ്. ജീവിതം ഒരു ചിത്രശലഭമാണെങ്കിൽ പ്രാർത്ഥന അതിലെ വർണ്ണ ചിറകുകളാണ്. പ്രാർത്ഥന തന്നെ ജീവിതം, പ്രാർത്ഥന തന്നെ ജീവൻ. ഞാനൊരു കാര്യം പറയട്ടെ, പ്രസംഗിക്കുന്നവനെ ലോകമറിയുമെന്നാൽ പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയും. ഹല്ലേലൂയ. അപ്പോ ഒന്നും കൂടെ ഞാൻ പറയാം. കാലത്തിന്റെ കരാളഹസ്തത്തിൽ കാലഹരണപ്പെട്ട് കരകാണാതുള്ളുന്ന മാനവരാശിയുടെ പാപരിഹാരത്തിനായി കാൽവരിക്കുന്നിൽ കാരണപാടുകളാൽ തറയ്ക്കപ്പെട്ട് മരണം വരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുക്രിസ്തുവിനെ നോക്കി വിശ്വാസ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും നന്നായി ശക്തിയോടെ നയിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാനുടെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.